ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമലിന്റെ ജീവിതത്തിൽ നിന്ന് പോകില്ലെന്നും പറഞ്ഞ് വലിയ ആള് കളിച്ച് അപർണ അവിടെ കിടന്ന് ഉറങ്ങി തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജാനകി ചോദിച്ചു, ഇത്രയും നാളായിട്ട് നീ എന്തെങ്കിലും ഒരു ബഹുമാനം നീ അവന് കൊടുത്തിട്ടുണ്ടോ? അതുമാത്രമല്ല, അവനിൽ നിനക്ക് ആരോപിക്കാൻ എന്ത് കുറ്റമാണുള്ളത് അത് നിനക്ക് ഞങ്ങൾക്ക് മുന്നിൽ പറയാൻ പറഞ്ഞു. അത് നീ ഇവിടെ വെച്ച് പറയാനും പറഞ്ഞു. എൻ്റെ ഇഷ്ടങ്ങൾക്ക് ചേരാത്ത ഒരുത്തനെയാണ് നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്നും അജയുടെ ആലോചന എനിക്ക് വന്നപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള ഇടപെടൽ, അതായത് ഇവൻ്റെ ഇടപെടൽ അത്ര പോലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനെ എനിക്ക് ഇറിറ്റേഷനായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ നീ താലി കെട്ടിച്ചു എന്ന് അപർണ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് ജാനകി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ അച്ഛൻ്റെ മാനം പോകാതിരിക്കാൻ എനിക്ക് തല കുനിച്ച് തരേണ്ടി വന്നെന്നും പറഞ്ഞ് ഭയങ്കര കള്ളക്കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് അമൽ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി എന്നെ പുറത്താക്കാവുന്ന ആരും കരുതണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ്. ഈ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാകുമെന്നും അപർണ നിന്ന് വെല്ലുവിളിക്കുക ഇവരെ 3 പേരെയും. അതൊക്കെ കേട്ട് നമ്മുടെ അമലിങ്ങനെ കലി കയറി നിൽക്കുമ്പോൾ, കേസിന് പോകുന്ന കാര്യം നീ പറഞ്ഞല്ലോ, നമുക്ക് ഒന്നിച്ച് തന്നെ വിധി വരുന്നത് വരെ കോടതി കയറി ഇറങ്ങാവിടാന്ന് അപർണ പറയുക. ഞാൻ എന്തിനെ തല കൊമ്പിട്ട് മുഖം മറിച്ച് കോടതിയിൽ കയറിപ്പോണം? തല ഉയർത്തി പിടിച്ച് തന്നെ ഞാൻ നിന്റെ ഒപ്പം വരുവടാന്നും ഈ അപർണ അമലിനോട് പറയാം. ഇത് കേട്ടപ്പോൾ അമലൊന്ന് ചിരിച്ചു. എടി നാണം കെട്ടവളെ, ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ ഇറങ്ങി പൊടിയെന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പോകാൻ വന്നവളല്ലടാ, ഇവിടെ ജീവിക്കാൻ വന്നവളാ ഈ അളകാപുരിയിൽ നിന്നും പറഞ്ഞിട്ട് അപർണ മുകളിലോട്ടും കയറിപ്പോയി. അപർണ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അമൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അബി പുറകെ ചെല്ലുക. അമലേ, നീ ഇതെങ്ങോട്ടാ പോണേ എന്നും ചോദിച്ചോണ്ട്. ഇതായിരുന്നോടാ നിന്റെ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പോൾ ജാനകി ഇറങ്ങി വന്നു. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് പറഞ്ഞോടാന്ന് ചോദിച്ചു. എന്ത് വിലയാടാ നീ എനിക്ക് തന്നതെന്നൊക്കെ അഭി ചോദിക്കുക. ഇത് കേട്ടപ്പോൾ, ഏട്ടനോട് ഞാൻ പറഞ്ഞാലേ ഏട്ടൻ എന്നെ തടയുമെന്ന് എനിക്ക് എന്തായാലും അറിയായിരുന്നു. എനിക്കതിന് വഴങ്ങിത്തരാൻ കഴിയില്ല, എനിക്കിനി അവളെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ ചെയ്ത് ഒട്ട് ശരിയായില്ല അമലെ. ഡിവോഴ്സ് എന്ന് പറയുന്നത് കുട്ടിക്കളിയാണെന്നാണ് നീ കരുതുന്നത് എന്ന് ജാനകി ചോദിക്കുക അമലിനോട്. അമലിൻ്റെ ജീവിതം തകരുന്ന ഇവർക്ക് പ്രശ്നമല്ല. അങ്ങനെ ചേട്ടനും ചേച്ചിയും കൂടെ അനിയനായിട്ട് ഇങ്ങനെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കാം. അപർണയിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ചിട്ട് നീ എന്താ നേടാൻ പോകുന്നത് എന്ന് ജാനകി ചോദിക്കുക. അവൾക്ക് സമ്മതം അല്ലെങ്കിൽ നീ കരുതുന്നത് പോലെ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടുമോ എന്നും ജാനകി ചോദിക്കുക. അത് എളുപ്പമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അമല് പറഞ്ഞു. എനിക്ക് അവളെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹസത്തിന് ഇനി ഞാനില്ല എന്നും അമൽ ചേട്ടനോടും അനിയനോടും ചേച്ചിയോടും പറഞ്ഞു. പിന്നെ ഇനി എനിക്ക് അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടാൽ മാത്രം മതിയെന്നും അമൽ പറയുക കേട്ടോ. ഭർത്താവ് ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്താൽ പിന്നെ ഒരു പെണ്ണിനെങ്ങനെ അയാളുടെ വീട്ടിൽ കടിച്ചു തൂങ്ങി കഴിയാനാകുമെന്നും അമൽ ചോദിക്കുക. അതിന് ഞാൻ കണ്ട വഴി തന്നെയാണ് ഇതെന്ന കാര്യവും അമൽ ഇവരോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുക. അമലിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. അപർണ ഇവിടെ നിന്ന് പോയാൽ ഡിവോഴ്സിനെ തിടുക്കം വെച്ച് അവൾ തന്നെ മുന്നോട്ട് വരുമെന്നും ഞാൻ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, അവളത് പൂർത്തിയാക്കിക്കോളൂവെന്നും അമല് പറയുവാണ്. ഈ കാണിച്ചത് അവിവേകമായി പോയി അമലേന്ന് അബി. നിനക്ക് അവളെ വേണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തമ്മിൽ തുറന്നു സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത് എന്ന കാര്യം അബി പറയുക. അവളുടെ മനോഭാവം എന്താണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ കവിഞ്ഞ് എന്തു മനോഭാവമാണ് അവൾക്കുള്ളത്? ഏട്ടനെന്ന് പറയാൻ പറഞ്ഞു അമൽ അബിയോട്. പിന്നെ ഈ ജന്മം നല്ലൊരു ഭാര്യയായി അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയായി അവൾ എൻ്റെ കൂടെ ജീവിക്കുമെന്ന് ഏട്ടനോ ഏട്ടത്തെയോ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുക. എനിക്കൊരു പ്രതീക്ഷ തരാൻ നിങ്ങൾക്ക് 2 പേർക്കും കഴിയുമോ എന്നും അമൽ ഇവരോട് ചോദിക്കുക. ഇവരുടെ ഉത്തരം മുട്ടിക്കുക അമൽ ശരിക്കും. 2 പേരും ഒന്നും മിണ്ടാതെ നിൽക്കുക. നിങ്ങൾക്കത് വ്യക്തമായി അറിയാം ഒരിക്കലും അത് നടക്കില്ല എന്ന്. അപർണ ഒരിക്കലും നല്ലൊരു പെണ്ണായി വരില്ല എന്ന്. എന്നെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ തളച്ചിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അമൽ ഇവരോട് 2 പേരോടും ചോദിച്ചു. അപ്പോഴും ഇവർക്ക് ഉത്തരവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അമലിനെ അതിന് പ്രതീക്ഷിക്കേണ്ട എന്നും പറയുവാണ്. അങ്ങനെ അമൽ ആദ്യമായി ഏട്ടനെയും ഏട്ടത്തെയും മറുത്ത് സംസാരിക്കുവാണ്. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് കാത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ, അനിയത്തിയുടെ ജീവിതം പോകുമെന്ന് ഓർത്ത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഞാനിതിനതിൽ നീരസപ്പെടണം. അപർണ അവളുടെ വീട്ടിൽ നിൽക്കുന്നതും അവളുടെ ഏട്ടത്തിയുടെ വീട്ടിൽ നിൽക്കുന്നതും നല്ലത് തന്നെയാണെന്ന് അമൽ പറയുവാണ്. ഇത് കേട്ടപ്പോൾ ജാനകിക്ക് ചങ്ക് തകർന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വഴി എന്തായാലും നോക്കിക്കൊള്ളാം, എന്നെ ഉപദേശിക്കാനും മാത്രം ആരും വരരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുള്ളെന്നും പറഞ്ഞ് അമലെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അപ്പുറം അവൻ എത്തി ജാനകി. അവനെ ശാസിക്കാനോ ഉപദേശിക്കാനോ ഉള്ള ഒരു യോഗ്യതയും എനിക്കോ നിനക്കോ ഇല്ല എന്ന് ജാനകിയോട് അഭി എന്നിട്ട് പറയുക. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ, കാരണം അവൻ്റെ ജീവിതം തകർത്തത് നമ്മളാണെന്നും അപർണ പോകുന്നെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുവാണ്.
അവള് എൻ്റെ അനിയത്തി ആയതുകൊണ്ടൊന്നും അല്ല അബിയേട്ടാ ഞാനിങ്ങനെ പറയുന്നത്. അവള് ഈ വീട്ടിൽ വരാൻ കാരണക്കാരി ഞാൻ ആയതുകൊണ്ടാണെന്നും പറഞ്ഞ് ജാനകി അകത്തേക്ക് കയറി പോണു. അബി ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുന്നു. ഇതിന് ശേഷം പിന്നെ ജാനകി നേരെ വന്നിട്ട് അബിയേട്ടൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ, കയറി വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപർണയുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അബി. അപ്പം ഞാനെങ്ങനെ അറിയാനാ, അവൾ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നും അവൾ ഇവിടെ നിന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മോളേന്ന് പറഞ്ഞ് വിളിച്ച്. അത് നിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് രാധാമണിയമ്മ അന്നേരം പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് തമ്പിയുടെ മകളല്ല അമലായിരിക്കുമെന്ന് രാധാമണിയമ്മ പറയുവാട്ടോ. അമ്മേ, അവൾ കല തീർക്കാൻ വന്നത് എന്നോടാണെന്ന് രാധാമണിയമ്മ പറയുക. അമ്മ അതിനെന്ത് തെറ്റാ ചെയ്തതെന്ന് അബി ചോദിക്കുമ്പം എന്നെയല്ലേ അവൾക്ക് പഴി പറയാൻ പറ്റത്തുള്ളൂ. അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൾ ഈ വീട് വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ലെന്നാണെന്നും അവൾ ഇവിടെ തന്നെ ജീവിക്കുമെന്നാണെന്നും അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാനുമാണ് പറഞ്ഞത് എന്ന് രാധാമണിയമ്മ വന്ന് ഇവരോട് പറയുക. ഇവരത് കേട്ട് വാ വളർന്നിങ്ങനെ നിൽക്കും അവിടെ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്. ജീവിക്കാൻ വന്ന പെണ്ണാണെങ്കിലല്ലേ ഡിവോഴ്സ് എന്നൊക്കെ കേട്ടാൽ ഭയപ്പെട്ടു പോവുള്ളൂ. അവൾ വന്നത് ജീവിക്കാനൊന്നുമല്ല, ഈ കുടുംബം നശിപ്പിക്കാനാണ്. അപ്പോൾ അവൾ അമലിനോടൊപ്പം ജീവിക്കുമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട എന്നും അവൾ ഇവിടെ നിൽക്കാൻ തന്നെയാണ് പോകുന്നത്, അവൾ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത് ഉറപ്പാണോ? അപർണ പോകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല എന്നും അത് അവളുടെ സംസാരത്തിൽ തന്നെ ഉണ്ടെന്നും അബി പറയുക. അന്നേരം അവൾ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമലുള്ളതെന്ന കാര്യം ജാനകി പറഞ്ഞു. അവളിവിടെ നിന്ന അമൽ ഇങ്ങോട്ട് പിന്നെ വരികയില്ല എന്ന് ജാനകി പറഞ്ഞു. അതിന് പ്രതിവിധി എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് അബി അന്നേരം പറയുന്നു. അവൻ്റെ ജീവിതം നമ്മൾ തകർത്ത് കളഞ്ഞല്ലോ ജാനകി, അതിൻ്റെ വേദനയാണ് എനിക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അമ്മ അവൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്ന് ജാനകി പറയുക കേട്ടോ. അമൽ എന്നോട് ആ കാര്യം പറഞ്ഞു എന്ന് രാധാമണി അമ്മ മകളോട് പറയുവാണ്. അവൻ്റെ ഭാര്യ എന്നുള്ള ലേബലിൽ അപർണ ഈ വീട്ടിലുണ്ടെങ്കിൽ അവൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് അമൽ എന്നോട് പറഞ്ഞു എന്ന കാര്യം അമ്മ മോളോട് പറയാം. ഇത് കേട്ട് ജാനകി തകർന്നു പോയിട്ടോ, ഞെട്ടി നിൽക്കുക. ഇങ്ങനെ വിവാഹമോചനമാണ് അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ ഞാനും അവനോട് പറഞ്ഞെന്ന കാര്യം അമ്മ പറയാം. ഇപ്പം അവനെടുത്ത തീരുമാനമാണ് 100% ശരിയെന്നും അവനെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ നിനക്കോ അബിക്കോ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും അമ്മ മോളോട് ചോദിക്കാം. മോൾക്ക് വല്ലതും പറയാനുണ്ടോ? അവനും ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ലേ എന്നും അമ്മ ഇങ്ങനെ ജാനകിയോട് ചോദിച്ചു. ഒരിക്കലും അപർണ അവന് പറ്റിയൊരു പെണ്ണല്ല. നിനക്കും അബിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഒരു താലിച്ചരട് കെട്ടിയതല്ലാതെ അവനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് എന്നോടിത് പറഞ്ഞത് നിരഞ്ജനയാണെന്ന കാര്യം അമ്മ പറയുക ജാനകിയോട്. ഇതൊക്കെ കേട്ട് ജാനകിയുടെ തലയും പെരുത്ത് നിൽക്കുവാണ്. അങ്ങനെ സത്യങ്ങൾ മുഴുവൻ രാധാമണി അമ്മ 1 by 1 ആയിട്ട് ജാനകിയോട് പറഞ്ഞു. അവൾ ജീവിക്കാൻ വന്നവളല്ല, അവളുടെ തന്തയുടെ പക വീട്ടി സായൂജ്യം അടയാൻ വന്നവളാണെന്നും പറയുവാണ് അമ്മ. എന്തായാലും അവളെ ഇറക്കി വിട്ട് അമലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് രാധാമണി അമ്മ പറയുവാണ്. അതാണ് അബിയെ കൊണ്ട് നീ ചെയ്യിക്കേണ്ടതെന്നും ജാനകിയോട് അമ്മ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോയി. ജാനകി അവിടെ ആലോചിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധാമണിയമ്മ അമ്പലത്തിൽ പോവുക. അപ്പോഴത്തേക്കും തമ്പിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നു. ആരാ ഇത്? വസുന്ധര ക്ഷേത്രത്തിലൊക്കെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. നല്ല സുഖമില്ലാന്ന് അറിഞ്ഞതുകൊണ്ട് ചോദിച്ചതാകട്ടോ എന്ന് പറയുമ്പം നെഞ്ചൊരുകുന്ന സത്യങ്ങൾ പറയാൻ ദൈവമല്ലാതെ വേറെ ആരാ ഉള്ളത് രാധാമണി എന്ന് വസുന്ധരാമ അന്നേരം പറഞ്ഞു. രാധാമണി വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അമല ഡിവോഴ്സിന് വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നും എൻ്റെ മോൾക്ക് ഒരു നല്ല മനസ്സുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ വന്നതാണെന്നും അമ്മ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അമലിനെ നമുക്ക് ആർക്കും കുറ്റം പറയാനൊന്നും ആവത്തില്ല. അവനായതുകൊണ്ടാണ് ഇത്രയും കാലം അപർണ ആ വീട്ടിൽ പിടിച്ചു നിന്നതെന്ന കാര്യം പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം രാധാമണി. ഒരു കാലത്തും ഞാൻ അവനെ തെറ്റു പറയില്ല എന്നും എങ്കിലും ഒരമ്മയല്ലേ ഞാൻ. അവൾ വീട്ടിൽ വന്നിരുന്ന എനിക്കത് താങ്ങാൻ കഴിയുന്നതാണോ എന്നും വസുന്ധരാമ ചോദിക്കുക കേട്ടോ. രാധാമണി പറഞ്ഞ അമല ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അളകാപുരിയിൽ വന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയതാണെന്ന് പറഞ്ഞു. സംശയമല്ല, അത് സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് രാധാമണിയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാധാമണി അമ്മയോട് ജാനകി രാധാമണിയുടെ മകളല്ലേ എന്ന് വസുന്ധരാമ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ രാധാമണി അമ്മയ്ക്ക് ദേഷ്യം വന്നു. രാധാമണി അമ്മയ്ക്ക് ഇതിനോടുള്ള ദേഷ്യമല്ല, അയാളോടുള്ള ദേഷ്യം. അമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജാനകിയുടെ അച്ഛൻ ആരാണ് എന്ന് വസുന്ധരാമ രാധാമണിയമ്മയോട് ചോദിക്കുക. അത് ഞാൻ ഇനി വസുന്ധരയ്ക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുവാണ് രാധാമണി അമ്മ. അത് കേട്ടപ്പോൾ വസുന്ധരാമ ഞെട്ടി. അവൾ എന്നെ അമ്മയായി മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്താത്തത് പോലും എന്തുകൊണ്ടാണെന്ന് വസുന്ധരയ്ക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാ സത്യങ്ങളും നമ്മുടെ രാധാമണി വസുന്ധരാമയോട് പറയുക. ഇത്രയും കാലം എൻ്റെ മോള് സഹിച്ചു,
അപ്പോൾ അളകാപുരിയിൽ ആ സത്യം എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചു. അജയ്ക്കും അപർണയ്ക്കും ഒഴികെ എല്ലാവർക്കും ആ സത്യം അറിയാമെന്ന് പറഞ്ഞു. രാധാമണിക്ക് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് വസുന്ധരാമ്മ ചോദിക്കുക. എൻ്റെ കുറേ കഥകളൊക്കെ കേസുമായി ബന്ധപ്പെട്ട് വസുന്ധര അറിഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. പിന്നെ അമ്മ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ്. ഇതൊക്കെ കേട്ട് വസുന്ധരാമ്മ തല കറങ്ങി നിന്നുപോയി. അതിനുശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജാനകി അമ്മയെ കണ്ടതും പിന്നെ അതിനുശേഷം അവർ തമ്മിൽ പരിചയപ്പെട്ട അമ്മയെ ജാനകി കൊണ്ടുപോയത്, അതിനുശേഷം അമ്മയെ ജാനകി ശുശ്രൂഷിച്ചത്, ഇതെല്ലാം നമ്മുടെ വസുന്ധരാമയോട് പറയുവാണ്. അങ്ങനെ അമ്മയും മോളും തമ്മിലുള്ള കഥകളെല്ലാം കേട്ട് വസുന്ധരാമ മരച്ചിങ്ങനെ നിന്നുപോയി. വസുന്ധര ഇതൊക്കെ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണെന്നും ജാനകിയോട് ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ശരി എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധാമണി അമ്മ അവിടെ നിന്ന് പോയി. ചങ്ക് പൊട്ടി ആ പാവം സ്ത്രീ അവിടെ നിന്ന് കരയുക. അത് കഴിഞ്ഞ് ഇവനെ കാണിക്കുന്ന തമ്പി കേട്ടോ. തമ്പി വലിയ ഷോ കാണിച്ച് അവിടെ നിൽക്കുവാണ്. അപ്പോൾ വസുന്ധരാമ ചെന്നിട്ട് എല്ലാ സംശയങ്ങൾക്കും എനിക്കിന്ന് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു. രാധാമണിയുടെ മകള് തന്നെയല്ലേ ജാനകി എന്ന് വസുന്ധരാമ ചോദിക്കാം. അവൾക്ക് ജന്മം നൽകിയത് നിങ്ങളും. അപ്പോഴത്തേക്കും തമ്പി നിന്നങ്ങ് കിലുകില വിറയ്ക്കാൻ തുടങ്ങി. തമ്പി ഞെട്ടിപ്പോയി. അപ്പോൾ സ്വന്തം മകളെ കൊന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ നോക്കി അല്ലേടോ എന്നൊക്കെ ചോദിക്കുക. ഇനിയും ജീവിച്ചിട്ട് എന്താ നിങ്ങൾ നേടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം എടി എൻ്റെ പേരും പറഞ്ഞൊരു അവിഹിത സന്തതി വന്നാൽ ഞാൻ അതിനെ ഇല്ലാണ്ടാക്കുകയല്ലാണ്ട് പിന്നെ എന്താടി ചെയ്യേണ്ടത്? രാധാമണിയാണ് ജാനകി പ്രസവിച്ചത് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അതിനെന്ത് തെളിവാടിയുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് വേണ്ടത് തെളിവുകളാണെങ്കിലേ അത് കൊണ്ടുവരാൻ അവൾക്ക് കഴിയുമെന്ന് പറഞ്ഞു. നീ നിന്നെ പണി നോക്കി പോടി വസുന്ധരെ, എന്നെ തളർത്തി കളയാമെന്നൊന്നും നീ വിചാരിക്കണ്ടടി. രാധാമണി അങ്ങനെ പലതും പറയും. നിങ്ങൾ തിരുത്താൻ ദൈവത്തിന് പോലും കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ മോളെ തിരുത്തണമെന്ന് പറയുമ്പം നീ അവളെ എങ്ങനെ തിരുത്തുമെന്നാടി നീ പറയുന്നത്? രാധാമണിയിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ നീ അവളോട് പോയി പറയും, അതാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഈ വിവരം ജാനകി പുറത്തു വിടാതിരിക്കുന്നതേ നിങ്ങളാണ് അച്ഛനെന്ന് പറയാൻ അവൾക്ക് അറച്ചിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കും അത് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം. അതിൻ്റെ ബലത്തിലാണല്ലോ ഇതുവരെ നിങ്ങൾ ജയിച്ചു നിന്നത് അല്ലേ? ഇനിയും നിങ്ങൾ ജയിച്ചു പോയാലേ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകുമെന്നും ജാനകി അപർണയ്ക്ക് ആരാണെന്ന് അവൾ അറിയണമെന്നും പറയുക. ഞാനത് അവളോട് പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടി നിന്നെ ഞാനൊന്നും പറഞ്ഞു തമ്പിങ്ങ് ചെന്നു. അപ്പം നിങ്ങൾ എന്നെ കൊന്നാലും ശരി ഞാനത് പറയുമെന്ന് പറഞ്ഞു വസുന്ധരാമ. നിൽക്കടി അവിടെ, നീ അവളോട് ചെന്നൊന്ന് പറഞ്ഞു നോക്കടി. എടി നീ കരുതുന്നത് പോലെ അല്ലടി വസുന്ധരയെ സംഭവിക്കാൻ പോകുന്നതെന്ന് തമ്പി വസുന്ധരയോട് പറയുക. അങ്ങനെ വസുന്ധരാമയെ പേടിപ്പിക്കാം. ഒരു കാലത്തും ജാനകിയെ ഏട്ടത്തിയായിട്ട് അവൾ കാണില്ലടി. ആ നിമിഷം അവൾ അളകാപുരിയിൽ നിന്ന് ഇറങ്ങുവടി. ഞാനല്ല നീയാണ് മകളെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്താൻ പോകുന്നതെന്ന് തമ്പി വസുന്ധരയെ പറഞ്ഞ് പേടിപ്പിക്കുക. ഇപ്പോഴാണെങ്കിൽ അവൾ അവിടെ ജീവിക്കും. ഡിവോഴ്സ് ഒന്നും നടക്കാൻ പോകുന്നില്ല. അഭിയും ജാനകിയും അമലിനെ അതിൽ നിന്ന് പറഞ്ഞു പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യും. പകയും പ്രതികാര നടപടികളും നിർത്തിവെക്കാൻ ഞാനും തയ്യാറായി കഴിഞ്ഞു എന്നും പറഞ്ഞ് തമ്പി ഇങ്ങനെ ഭാര്യയുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചെയ്യുകയും ചെയ്യും. ടാറ്റാ.